നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ചുമയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ അതിനായി നമ്മോടൊപ്പം ഉള്ളത് കൊല്ലം കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ വിനോദ് ബി ഗംഗയാണ്. നമുക്ക് ഡോക്ടറിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. അപ്പോൾ ആദ്യം തന്നെ ചുമ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. എന്താണ് ഈ ചുമ എന്ന് പറയുന്നത്? നല്ലൊരു ചോദ്യമാണ്. ശരിക്കും എന്താണ് ചുമയെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ചുമ എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രം ചെയ്യുന്ന ഒരു സംഭവമല്ല, എല്ലാ ജീവികളും മിക്ക ജീവികളും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ചുമ ബേസിക്കലി നമ്മുടെ തൊണ്ടയിലോ അല്ലെങ്കിൽ തൊണ്ട എന്ന് പറയുമ്പോൾ വിൻ പൈപ്പ് അതിലുണ്ടാവുന്ന സെക്രീഷൻസിനെ നമ്മൾ പുറത്ത് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതൊരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മോശമായ സാധനം ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് കളയാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ സ്വന്തമായി ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. എപ്പോഴും അത് അസുഖം ആവണമെന്ന് നിർബന്ധമില്ല. അസുഖം ഇല്ലാതെ നമുക്ക് ചുമയ്ക്കാൻ പറ്റും. ബിക്കോസ് എന്തെങ്കിലും അണുബാധ അല്ലാത്തൊരു സംഭവം ത്രോട്ടിലുണ്ടെങ്കിൽ നമ്മൾ ചുമയ്ക്കും. ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഈ ഫുഡ് പൈപ്പിൽ പോകുന്നതിന് പകരം കുറച്ച് വിൻ പൈപ്പിൽ പോവാം. നമ്മൾ ചിരിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പോവാം. അപ്പോഴും നമുക്ക് ചുമ വരും. അത് നമ്മള് വിൻ പൈപ്പിൽ പോകുന്ന സാധനത്തിനെ പുറത്ത് കളയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതാണ് ചുമ. ഈ ചുമ ഒരുപാട് കാരണങ്ങളുണ്ടാവാം. പക്ഷെ എല്ലാ ചുമയും പ്രശ്നക്കാരനല്ല, അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡോക്ടർ, നമ്മൾ ചുമയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ചുമ വരുമ്പോൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് ചുമയെ എങ്ങനത്തെ ചുമയെന്നനുസരിച്ചിരിക്കും. ചുമ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ചുമയും പ്രശ്നക്കാരനല്ല. അപ്പൊ ചുമ നമുക്ക് പല രീതിയിൽ ചുമയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതായത് ചുമ എങ്ങനെ ചുമ വരുന്നു എന്ന് പറഞ്ഞ രീതിയിൽ വിഭജിക്കാറുണ്ട്. സോ ചിലത് ഡ്യൂറേഷൻ കൊണ്ട് ചെയ്യാം. അതായത് എത്ര നാള് ചുമയുണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പൊസിഷൻ വെച്ചിട്ട് ഏത് പൊസിഷനിലാണ് ചുമ വരുന്നത്. ചിലർ പറയും കിടക്കുമ്പോൾ മാത്രം ചുമ, ഇരിക്കുമ്പോൾ മാത്രം ചുമ. ചിലർ പറയും സമയം വെച്ചിട്ട് പറയാം. ചിലപ്പോൾ ചിലർ പറയും രാത്രി മാത്രമേ എനിക്ക് ചുമയുള്ളൂ, പകല് ചുമയില്ല. അല്ലെങ്കിൽ ചില സ്ഥലത്ത് പോകുമ്പോഴേ ചുമയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ചുമയില്ല. ചിലർ പറയും പനി വരുമ്പോൾ ചുമ എന്ന് പറയും. അപ്പൊ ഓരോ ചുമയുടെ ഈ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ സത്യത്തിൽ ചുമ എന്താണെന്നും അത് സീരിയസ് ആയ ചുമയാണോ അല്ലയോ തീരുമാനിക്കുന്നത്. 2 ആഴ്ച ഒക്കെ ഉള്ള ചുമയാണെങ്കിൽ അത് വലിയ പ്രശ്നക്കാരനായിട്ട് എടുക്കാറില്ല. അതിന് അക്യൂട്ട് കോഫ് എന്ന് പറയും. 2 മുതൽ ഒരു 3 ആഴ്ച 4 ആഴ്ച ഒക്കെ ആണെങ്കിൽ സബ് അക്യൂട്ട് എന്ന് പറയും. 4 ആഴ്ച കൂടുതലുള്ള ചുമയ്ക്ക് നമ്മൾ ക്രോണിക് കോഫ് എന്ന് പറയും. അത് ചിലപ്പോൾ 8 ആഴ്ച ആവും. അങ്ങനെ കോഫ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ കോഫിന്റെ സീരിയസ്നെസ്, അതിന്റെ തീവ്രത ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. പിന്നെ കോഫിന്റെ കൂടെ ഉണ്ടാവുന്ന സംഭവങ്ങളും പ്രധാനമാണ്. കോഫ് മാത്രമായിരിക്കത്തില്ല മിക്കപ്പോഴും പേഷ്യൻസിന് ഉണ്ടാവുന്നത്. ചിലപ്പോൾ കോഫിന്റെ കൂടെ പനി ഉണ്ടാവാം, ചിലപ്പോൾ കോഫിന്റെ കൂടെ ശ്വാസം മുട്ടലുണ്ടാവാം, നെഞ്ചുവേദന ഉണ്ടാവാം, ചിലർക്ക് മൂക്കൊലിപ്പുണ്ടാവാം, തുമ്മലുണ്ടാവാം, ചിലർക്ക് വലിവുണ്ടാവാം. ഇതെല്ലാം വെച്ചിട്ട് നമ്മള് ഒരു അസസ്മെന്റ് നടത്തും. അങ്ങനെയാണ് ചുമയ്ക്ക് ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ചുമയാണോ അതോ നമ്മൾ തള്ളിക്കളയേണ്ട ചുമയാണോ, കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ട ചുമയാണോ നമ്മൾ തീരുമാനിക്കുന്നത്. ടെസ്റ്റുകളുടെ ബേസിസിലായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് വേണോ വേണ്ടയോ. വേണമെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ പല പല ഓപ്ഷൻസ് നമ്മൾ പേഷ്യൻസുമായിട്ട് ചർച്ച ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി. അപ്പോൾ ടെസ്റ്റുകളെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, എന്തെല്ലാം തരത്തിലുള്ള ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്? ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചുമ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ചെറിയ ചെറിയ ചുമകൾ, ഇപ്പൊ 2 ആഴ്ചക്ക് താഴെയുള്ള ചുമ നമ്മൾ പൊതുവെ ഒന്നും ചെയ്യാതെ തന്നെ മാറുന്ന ചുമകളാണ്. അത് ഈ വൈറൽ പനി പോലെയാ. വൈറൽ പനി വരുമ്പോൾ നമ്മൾ 7 ദിവസം കഴിഞ്ഞാലും, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, ഇങ്ങനെ എന്ത് കഴിച്ചാലും മാറുന്ന ചുമ. അത് 7 ദിവസം കഴിയുമ്പോൾ തനിയെ മാറിക്കോളും. ആ സമയത്ത് ചിലപ്പോൾ നമ്മളൊരു പരിപ്പൂട കഴിച്ചിട്ട് ചുമ മാറി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പരിപ്പൂട കഴിച്ചോണ്ടാണ് ചുമ മാറിയത്. പക്ഷെ ആക്ച്വലി അത് ഓട്ടോമാറ്റിക്കലി മാറുന്ന ചുമയാണ്. അപ്പൊ അങ്ങനെ ആ സമയത്ത് നമ്മൾ എന്ത് കഴിച്ചാലും ചുമ മാറും എന്തായാലും. അപ്പൊ നമ്മൾ വിചാരിക്കും അത് കഴിച്ചോണ്ടാണ് ചുമ മാറിയത്. അങ്ങനെ പല പല ട്രീറ്റ്മെന്റുകൾ അതുകൊണ്ടാണ് മാറിയെന്ന് ആട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സത്യത്തിൽ അത് തനിയെ മാറുന്നതാണ്. ഓക്കെ, ഈ കോവിഡും അങ്ങനെയായിരുന്നു. കോവിഡിന് ചിലപ്പോൾ ഒരുപാട് മരുന്നുകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു.
കോവിഡിന്റെ സമയത്ത് അത് ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് നെഗറ്റീവായി. അത് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആവുന്നതാണ്. ആ സമയത്ത് എന്ത് കഴിച്ചാലും അത് നെഗറ്റീവ് ആകുമായിരുന്നു എന്ന് പറയുന്ന പോലെ ഉള്ളൂ. പക്ഷെ 2 ആഴ്ച കൂടുതലുള്ള ചുമയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, നമ്മളതിനെ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് നോക്കും. ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ആദ്യമേ നമ്മൾ പേഷ്യന്റിനെ പരിശോധിക്കുവാണ്. പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പേഷ്യന്റിന്റെ എന്തുകൊണ്ടാണ് ചുമ വന്നതിനെ കുറിച്ച് സംസാരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റുകൾ വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ടെസ്റ്റുകൾ വേണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ആദ്യം ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. ഇൻഫെക്ഷൻ റൂൾ ഔട്ട് ചെയ്യണം. അതായത് അണുബാധ ഉണ്ടോ എന്ന് നോക്കും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ക്ഷയരോഗമാകാം, ട്യൂബർക്കുലോസിസ് ആവാം. ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങൾ നമുക്ക് മിക്കപ്പോഴും രക്തപരിശോധനയിൽ കിട്ടും. സാധാരണ നമ്മൾ കൗണ്ട് നോക്കുക എന്ന് പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ ESR നോക്കുന്ന പോലെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിൽ നമുക്ക് ക്ലൂ കിട്ടി കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നു, അത് അവിടെ തീരും. ഇനി ക്ലൂ കിട്ടാത്ത അവസ്ഥകളിൽ നമുക്ക് ചിലപ്പോൾ എക്സ്റേ എടുക്കേണ്ടി വരാം. നെഞ്ചിന്റെ എക്സ്റേ എന്ന് പറയും. എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ലങ്സിന്റെ കുറെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. എക്സ്റേയിൽ ലങ്സിന്റെ എല്ലാ ഭാഗവും കാണാൻ പറ്റില്ല, അങ്ങനെയും തെറ്റിദ്ധരിക്കരുത്. കുറച്ച് ഭാഗമേ കാണാൻ പറ്റും. പ്രധാനമായിട്ടും അസുഖങ്ങൾ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് അതിൽ നോക്കാം. എക്സ്റേയിൽ നമുക്ക് ചിലപ്പോ നോർമലായിട്ട് കാണാം, ചിലപ്പോൾ അണുബാധ ഉള്ളതായിട്ട് കാണാം. അണുബാധ ഉള്ളതിന് നമുക്ക് 2ആയിട്ട് പറയും. ബ്രോങ്കൈറ്റിസ് എന്ന് പറയും, ന്യൂമോണിയ എന്ന് പറയും. 2 രീതിയിൽ വരാം. ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ലങ്സിന്റെ ഒരു ഭാഗം മുഴുവൻ അണുബാധ ബാധിച്ചിരിക്കുന്നു. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ ലങ്സിന്റെ ട്യൂബുകളിൽ ഉണ്ടാവുന്ന ഒരു നീരാണ്. ബ്രോങ്കൈറ്റിസ് തന്നെ അണുബാധ കാരണം ബ്രോങ്കൈറ്റിസ് വരാം, അലർജി കാരണവും ബ്രോങ്കൈറ്റിസ് വരാം. അപ്പൊ ഇതനുസരിച്ചിട്ട് നമ്മൾ ആന്റിബയോട്ടിക് ആവശ്യമുള്ള രോഗികൾക്ക് കൊടുക്കും. നീരിന്റെ ആവശ്യമുള്ള രോഗികൾക്ക് നീരിന്റെ മരുന്ന് കൊടുക്കും. ചില പേഷ്യൻസിന് ഇതിലൊന്നും ഒരു ക്ലൂ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ CT സ്കാൻ, അതായത് ലങ്സിന്റെ വലിയൊരു സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. സ്കാനിൽ മാത്രമാണ് നമുക്ക് ലങ്സിന്റെ എല്ലാ ഭാഗങ്ങളും ശരിക്കും മനസ്സിലാവത്തുള്ളൂ. എക്സ്റേയിൽ പല സംഭവങ്ങളും നമുക്ക് മിസ്സായി പോവാം, അത് നമുക്ക് സ്കാനിൽ കിട്ടും. അപ്പൊ സ്കാനില് എന്തെങ്കിലും കാരണം കിട്ടിയാൽ അതനുസരിച്ചിട്ട് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും. അപ്പം സ്കാനിൽ ചിലപ്പോ ന്യൂമോണിയ കിട്ടാം, ചിലപ്പോ TBയുടെ ലക്ഷണം കിട്ടാം, ചിലപ്പോ ക്യാൻസറിന്റെ ലക്ഷണം കിട്ടാം. അതെന്താണെന്നനുസരിച്ചിട്ട് നമ്മൾ അതനുസരിച്ച് ട്രീറ്റ്മെന്റ് മോഡിഫൈ ചെയ്യും. അതുപോലെ ഇപ്പോൾ ടെസ്റ്റുകളുടെ കാര്യം ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ വിട്ടുമാറാത്ത ചുമ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്, കുറെ നാളിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന. അങ്ങനെ ഈ വിട്ടുമാറാതെ നിൽക്കുന്ന ചുമയ്ക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധിയായിട്ട് പറയാനുണ്ടോ? അല്ല, പ്രതിവിധിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ വിട്ടുമാറാത്ത ചുമയ്ക്ക് റീസൺ നോക്കണം. ഇപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടില് വിട്ടുമാറാത്ത ചുമയുടെ കാരണങ്ങളായിട്ട് പഠനങ്ങൾ പറയുന്നത്, ഒന്ന് ഈ അലർജിയുടെ പ്രശ്നമാണ്. അലർജി എന്ന് വെച്ചാൽ, അലർജി എന്താന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി നമ്മുടെ ശരീരം പുറമേയുള്ള എന്തെങ്കിലും വസ്തുവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രതികരണമാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു കൊതു കടിച്ചാൽ ചെറിയൊരു ഇത് വരത്തില്ലേ, അതേപോലെ അലർജിയുള്ള രോഗികൾക്ക് അതേപോലെ എന്തെങ്കിലും കടിക്കും ഭയങ്കര രീതിയിൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. അതിനെയാണ് അലർജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇപ്പം പൊടിയുടെ അലർജിയോ തണുപ്പിന്റെ അലർജിയോ ഉള്ളവർക്ക് നമുക്ക് സാധാരണ തണുത്ത ഭക്ഷണമോ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഒരുപാട് പൊടിയുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അലർജി വരും. അലർജി വരുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം അതിനെ പുറത്ത് കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ തുമ്മലും വരും, കണ്ണീന്ന് വെള്ളം വരും. അതെല്ലാം നമ്മുടെ ശരീരം ഇതിനെ പുറത്ത് കളയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചുമയായിട്ട് അനുഭവപ്പെടും. കാരണം നമ്മുടെ ലങ്സ് ചുരുങ്ങിപ്പോവും, കുറച്ച് സമയത്തേക്കേ ഉള്ളത്. നമുക്ക് മൂക്കിൽ നിന്നുള്ള ഫ്ലൂയിഡ് തൊണ്ടയിൽ വന്ന് ഡ്രിപ്പ് ചെയ്യും. അപ്പൊ അതിങ്ങനെ തൊണ്ടയിൽ ഇറിറ്റേറ്റ് ചെയ്യും. ചിലർ കുത്തി കുത്തി ചുമക്കുന്നതൊക്കെ പറയും. ഇതെല്ലാം അലർജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ബേസിക്കലി അത് അലർജിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിലാണത് കോമൺ ആയിട്ട് നമ്മൾ പേഷ്യൻസിനെ കാണുമ്പോൾ കാണുന്നത്. അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആസ്മയാണ്. ആസ്മ എന്ന് വെച്ചാൽ ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന ഒരു ചുരുക്കമാണ്. അതും ടെമ്പററിയാണ്. അതിങ്ങനെ സ്ഥിരമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതല്ല. കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇത് ഉണ്ടാവത്തുള്ളൂ. അതിന് ട്രീറ്റ്മെന്റ് എടുത്താൽ കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. മൊത്തമായിട്ട് മാറ്റി നോർമൽ ലങ്സിൽ എത്തിക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ കൂടുതൽ സാധാരണ കാണുന്നത്. മൂന്നാമത്തത് നമുക്ക് ഗ്യാസിന്റെ പ്രശ്നമാണ്. ഗ്യാസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ അമിതമായിട്ട് വണ്ണമുള്ളവരല്ലോ, അല്ലെങ്കിൽ ഒരുപാട് എരിവുള്ള ആഹാരം കഴിക്കുമ്പോഴോ, അല്ലെങ്കിൽ ജനിതകമായിട്ട് അവർക്ക് ഗ്യാസ്ട്രൈറ്റിസിന്റെ അസുഖമുള്ളവർക്ക്
വയറിൽ നിന്നൊരു ആസിഡ് ഫ്ലൂയിഡ് നമ്മുടെ ത്രോട്ടിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്ന് കുത്തി കുത്തി ചുമയുണ്ടാക്കും. ഇത് മൂന്നുമാണ് സാധാരണഗതിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചുമ. മിക്ക പേഷ്യൻസിനും ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. നമുക്കിത് വളരെ എളുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റും. പിന്നെ റെയർ ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ വേറെ ഉണ്ട്. അത് നമുക്കിതൊന്നും കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ ചർച്ച ചെയ്തോളൂ. അപ്പോൾ ഡോക്ടർ, പല ആളുകളും ചുമയ്ക്കുമ്പോൾ വാ മൂടിയാണ് ചുമയ്ക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു ഭയങ്കര ആശങ്കയാണ്, ഇത് പകരുമോ, ചുമ പകരുമോ, നിർത്താതെയുള്ള ചുമ വരുമ്പോഴും പെട്ടെന്നുള്ള പ്രശ്നം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു സംശയമാണ്. ചുമ സത്യത്തിൽ പകർച്ചവ്യാധിയാണോ? ആ ചോദ്യം ആക്ച്വലി തെറ്റാണ്. ഈ ചുമയല്ല പകരുന്നത്. ചുമയിൽ ഉണ്ടാകുന്ന കാരണം അനുസരിച്ചിട്ടാണ് അത് നമുക്ക് പകരുന്നതാണോ അല്ലെന്ന് പറയാത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ചുമയുടെ കാരണം അണുബാധയാണെങ്കിൽ അത് പകരാം. ചുമയുടെ കാരണം അലർജി ആണെങ്കിൽ അത് പകരില്ല. ചുമയുടെ കാരണം ഗ്യാസ്ട്രൈറ്റിസ് ആണെങ്കിൽ അത് പകരില്ല. സോ ചുമയുടെ കാരണം അനുസരിച്ചിട്ടാണ്. എല്ലാ ചുമയ്ക്കുന്ന ആൾക്കാരും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. വൈറൽ പനി കാരണം ചുമയ്ക്കാം. ഇപ്പൊ സാധാരണ ഇവിടെ കാണുന്ന ഇൻഫ്ലുവൻസ വൈറസ് കാരണം നമുക്ക് ചുമ വരാം. അത് കാരണം ചുമയ്ക്കും. അത് നമ്മൾ കോമൺ കോൾഡ് എന്ന് പറയും. ആ ചുമ പകരാൻ സാധ്യതയുണ്ട്. TB കാരണം ഉണ്ടാകുന്ന ചുമയാണെങ്കിൽ അത് പകരാം. ഇനി ഇൻഫെക്ഷൻ ആണെങ്കിൽ, അത് അണുബാധയാണെങ്കിൽ അത് പകരും. അണുബാധ അല്ലെങ്കിൽ പകരില്ല. പക്ഷെ നമുക്കറിയാൻ പറ്റില്ല അണുബാധയാണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രിക്കോഷണറി ആയിട്ട് നമ്മൾ ഈ കോഫ് എറ്റിക്കേറ്റ്, അതിനെന്താ പറയുന്നത്, ചുമയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് പറയും. അത് വാ മൂടി കെട്ടുക ചുമയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ തൂവാല ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ എൽബോ കൊണ്ടുകൊണ്ട് വാ ഒന്ന് പൊത്തിയിട്ട് ചുമയ്ക്കുക. അങ്ങനെ ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് ചുമയുടെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ചുമ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചിലപ്പോൾ അത് നിയന്ത്രിക്കാനായിട്ട് തന്നെ സാധിക്കത്തില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും പലരെയും കൊണ്ടുപോകാറുണ്ട്. ഗുഡ് ക്വസ്റ്റ്യൻ. ഈ രാത്രി കാലത്തെ ചുമ എന്ന് പറയുമ്പോൾ, ഒന്നെങ്കിൽ നമുക്ക് ഈ രാത്രി പകലിനേക്കാളും ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അത് ശ്രദ്ധിക്കണം. 2, രാത്രി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉറങ്ങുന്നത് രാത്രിയിലാണ്. സോ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ചുമ. ഇത് 2 കാരണങ്ങളാണ് മിക്കപ്പോഴും ഉണ്ടാവുന്നത്. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഉണ്ടാകുന്ന ചുമ, ഇപ്പൊ പകല് സൂര്യനുള്ളതുകൊണ്ട് നമുക്ക് ചൂടായിരിക്കും, രാത്രി സൂര്യനില്ലാത്തതുകൊണ്ട് നമുക്ക് തണുപ്പായിരിക്കും. തണുപ്പെന്ന സെൻസ് തണുപ്പെന്നല്ല, പകലിനെ കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആസ്മയുള്ള പേഷ്യൻസിന്, അലർജി ഉള്ളവർക്ക് ആ സമയത്ത് ചുമ വരാം. കാരണം തണുപ്പ് ആസ്മയെ ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് തണുത്ത കാലാവസ്ഥയാണെങ്കിലും, തണുത്ത സമയമാണെങ്കിലും, തണുത്ത ഭക്ഷണമാണെങ്കിലും, തണുത്ത വെള്ളമാണെങ്കിലും നമ്മുടെ ശ്വാസകോശത്തിനെ അത് ടെമ്പററി എന്ന് വെച്ചാൽ കുറച്ച് സമയത്തേക്ക് ഒരു ചുരുക്കം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ചുമയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ, അതായത് ഉറങ്ങുന്ന സമയത്ത് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചുമ, അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ഈ ചിലപ്പോൾ റയറായിട്ട് നമുക്ക് ഈ ഹാർട്ടിന്റെ അസുഖമുള്ളവർക്ക് നെഞ്ചിൽ നീര് കെട്ടിക്കിടക്കും. അത് നമ്മൾ കിടക്കുമ്പോൾ കൂടുതൽ ലങ്സിലേക്ക് പോകും. നമ്മുടെ ഈ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് താഴോട്ട് പോകുന്ന പോലെ നമുക്ക് കിടക്കുമ്പോഴായിരിക്കും ലങ്സിലേക്കായിരിക്കും കൂടുതൽ ഫ്ലൂയിഡ് പോകുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ചുമ വരാം. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തായാലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതായത് രഞ്ജിനിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, സ്ഥലം കൊല്ലത്തുനിന്നാണ്. അപ്പൊ സാർ, ചുമ വരുമ്പോൾ യൂറിൻ പോകുന്നത് എന്തുകൊണ്ടെന്നാണ് സംശയം ചോദിച്ചിരിക്കുന്നത് രഞ്ജിനി. ഓക്കെ, അതിലേക്ക് നമ്മൾ വരും. അപ്പം ഇതാണ് ഇപ്പൊ രാത്രിയിൽ ഉണ്ടാവുന്ന ചുമയുടെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്നെങ്കിൽ ഹാർട്ടിന്റെ അസുഖം കാരണം നമുക്ക് നീര് വരുമ്പോൾ കിടക്കുമ്പോൾ ചുമ വരാം, അതിന് ഓർത്തോപ്നിയ എന്ന് പറയും. അല്ലെങ്കിൽ ആസ്മയോ അലർജിയോ ഉള്ളവർക്ക് വരാം. ഇതാണ് രാത്രിയുടെ പ്രശ്നം. പക്ഷെ ഇതുകൊണ്ട് മാത്രമാണ് രാത്രി ചുമയെന്ന് പറയാൻ പറ്റില്ല. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. പിന്നെയുള്ള ലീഡിങ് ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരം കിട്ടും. പിന്നെ ടെസ്റ്റുകളൊക്കെ വേണം. ഇപ്പൊ ഈ രഞ്ജിനി ചോദിച്ച ചോദ്യം, അത് ചുമയും യൂറിനും തമ്മിൽ ആക്ച്വലി ബന്ധമൊന്നുമില്ല. ചുമ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് ഒരു എല്ലാ സ്ഥലത്തും പ്രഷർ കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ചുമയ്ക്കുമ്പോൾ നമ്മള് ലങ്സിൽ മാത്രമല്ല, നമ്മുടെ ശരീരം മുഴുവൻ ഒരു പ്രഷർ കൊടുക്കും. അപ്പൊ ആ പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് ആ പ്രഷറിന്റെ ഒരു അനന്തരഫലമായിട്ട് യൂറിൻ പോകുന്നതാണ്. അല്ലാണ്ട് ഡയറക്ട്ലി ചുമയും യൂറിനും തമ്മിൽ ബന്ധമില്ല. അതിന് പ്രത്യേകിച്ചൊരു ചികിത്സ, ചുമയുടെ ചികിത്സ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് യൂറിനുമായിട്ട് ആക്ച്വലി ബന്ധമില്ല. പിന്നെ സ്ത്രീകളില്, ചിലപ്പോൾ പ്രായമായ സ്ത്രീകളിലൊക്കെ നമുക്ക് ഈ യൂട്രസിന്റെ താഴ്ചയൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
അത് വളരെ പ്രശ്നമാണ്. അതിന് അതെ, ചുമയുടെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിന്റെ. ഞാനും കണ്ടിട്ടുണ്ട് പലരും ആ ഒരു പ്രശ്നം നേരിടുന്നത്. അവർക്ക് വളരെ എംബാരസിംഗ് ആണ്, അവർക്ക് പബ്ലിക്കിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ബേസിക്കലി അതിന് ചുമയുടെ കാരണം കണ്ടെത്തി അതിന് ചികിത്സിച്ചാലേ അത് ശരിയാവത്തുള്ളൂ. അതുപോലെ തന്നെ ചെറിയൊരു ചുമ വരുമ്പോൾ തന്നെ പെട്ടെന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു കഫ് സിറപ്പ് വാങ്ങി കുടിക്കുക, ഡോക്ടറിനെ കാണാതെ തന്നെ, പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ, അത് ശരിയായ ഒരു പ്രവണതയാണോ? ആക്ച്വലി അതൊരു കോംപ്ലിക്കേറ്റഡ് ഉത്തരം വേണ്ടി, ബിക്കോസ് നമുക്കത് യെസ് എന്നും നോ എന്നും പറയാൻ പറ്റില്ല. കാരണം കോഫ് സിറപ്പ് എന്ന് പറയുമ്പോഴേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോഫ് സിറപ്പിനകത്ത് ശരിക്കും ചുമ നിർത്തുന്ന ഒരു മരുന്ന് മാത്രമല്ല ഉള്ളത്, അതൊരു കോമ്പിനേഷനാണ്. അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് തെറ്റാന്നല്ല. അപ്പൊ അത് കോഫ് സിറപ്പ് എന്ന് നമ്മൾ ശരിക്കും പറയുന്ന ഒരു കോഫ് സിറപ്പ് അല്ല മിക്കപ്പോഴും ആൾക്കാർ മേടിക്കുന്നത്. ആ സിറപ്പ്, ഒരു ബോട്ടിലുള്ള സിറപ്പ് പല പല ഉപയോഗത്തിനുള്ളതാണ്. ഒരുപാട് കളറുള്ള സിറപ്പുകൾ കാണും. എല്ലാത്തിന്റെയും ഉദ്ദേശം ഒന്നല്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ കോഫ് സിറപ്പ് എന്ന് പറഞ്ഞ് മേടിക്കുന്നത് ചിലപ്പോൾ കോഫ് സിറപ്പ് ആയിരിക്കണമെന്നില്ല. അത് ശ്രദ്ധിക്കണം. രണ്ട്, പല കോഫ് സിറപ്പിലും കോണ്ടന്റിൽ വ്യത്യാസം വരും. അത് ഓരോ അസുഖത്തിനും വേണ്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പൊ വലിവ് കാരണം ഉണ്ടാകുന്ന അസുഖത്തിന് കൊടുക്കുന്ന കോഫ് സിറപ്പ് അല്ല കോൾഡിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ലങ്സിന്റെ വേറെ ചുമയുണ്ടാക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അതിനൊക്കെ കൊടുക്കുന്ന കോഫ് സിറപ്പിൽ വ്യത്യാസം വരും. രണ്ട്, കോഫ് സിറപ്പിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പം കുറെ നാൾ നമ്മൾ ചുമയ്ക്കുന്നു, നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി കോഫ് സിറപ്പ് മേടിക്കുന്നു. കോഫ് സിറപ്പില് കോഫ് സപ്രസന്റ് എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് ഉണ്ട്. അതായത് കോഫിനെ അങ്ങ് ശമിപ്പിക്കും താൽക്കാലികമായിട്ട്. അപ്പോ അതിന്റെ പ്രോബ്ലം വെച്ചാൽ നമ്മൾ കോഫിന്റെ റീസൺ നമ്മൾ മിസ്സാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്കൊരു ലങ് ക്യാൻസർ ഉണ്ട്, ആള് ചുമച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി മെഡിക്കൽ ഷോപ്പിൽ പോകുന്നു, ഒരു കോഫ് സിറപ്പ് മേടിച്ച് കുടിക്കുന്നു. പുള്ളിയുടെ കോഫ് താൽക്കാലികമായിട്ട് ശമിക്കുന്നു. അപ്പൊ പുള്ളി വിചാരിക്കും എന്റെ കോഫ് മാറി, എനിക്ക് അസുഖം ഒന്നും മാറി എന്ന് വിചാരിക്കും. അതങ്ങനെ വെച്ചോണ്ടിരിക്കും. പിന്നെയും ചിലപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ആൾ ചുമയ്ക്കും, ഇതേ മെഡിസിൻ എടുത്ത് കുടിക്കും. അപ്പോൾ ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് ആളെ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ലങ് ക്യാൻസർ പിന്നെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അത് ഒരുപാട് വ്യാപിച്ചിട്ടുണ്ടാവും, വേറെ അവയവങ്ങൾക്ക് വരെ പോയിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ചുമ്മാ കോഫ് സിറപ്പ് മേടിച്ച് കുടിക്കുന്നത് ആക്ച്വലി ശരിയല്ല. പക്ഷെ ഇതൊരു റെയർ സംഭവമാണ്. ഇപ്പൊ ക്യാൻസറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ 90% ആൾക്കാർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ കോഫ് സിറപ്പ് മാത്രം മതിയാവും. പക്ഷെ നമുക്ക് അതങ്ങനെ ഇങ്ങനെ ഒരു ടോക്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല, കോഫ് സിറപ്പ് മേടിച്ച് കുടിച്ചോളൂ. ബിക്കോസ് നമ്മള് 90% ആൾക്കാരെ അല്ല, നമ്മൾ ഈ മിസ്സാവുന്ന പേഷ്യൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ആക്ച്വലി തെറ്റാണ്. അങ്ങനെ കുടിക്കാൻ പാടില്ല. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തന്നെ വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ചുമ വരുമ്പോൾ പ്രത്യേകം ഇപ്പൊ നേരത്തെ പറഞ്ഞു പല അവയവങ്ങളെ ഡോക്ടർ പറഞ്ഞിരുന്നു ബാധിക്കുമെന്ന്. ഏതൊക്കെ അവയവങ്ങളെയാണ് പെട്ടെന്ന് ബാധിക്കുന്നത് ചുമ വരുമ്പോൾ? ചുമ വരുമ്പോ അങ്ങനെ അവയവങ്ങളെ ബാധിക്കുന്നത് നേരത്തെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ പല അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. എന്തെങ്കിലും പ്രശ്നം മൂലം അങ്ങനെ വരാൻ, അതായത് ഈ ചുമ അതായത് നിർത്താതെ ചുമയ്ക്കുവാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാറുണ്ടോ? ഇല്ലില്ല, അവയവങ്ങളെ ബാധിക്കുന്നല്ല. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം ശ്വാസകോശ സംബന്ധമായ അസുഖം കൊണ്ട് മാത്രമായിരിക്കത്തില്ല ചുമയ്ക്കുന്നത്. വേറെ അവയവങ്ങൾക്ക് അസുഖം വന്നാലും നമ്മൾ ചുമയ്ക്കാം. അപ്പം എല്ലാ ചുമയും ശ്വാസകോശ പ്രശ്നമാണെന്നും തെറ്റിദ്ധരിക്കരുത്. ഇപ്പം ഹാർട്ടിന് പ്രശ്നമുള്ള പേഷ്യൻസിന്, രോഗികൾ ചുമയ്ക്കാം, ചുമ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ചുമയുണ്ടാക്കാം. ലിവറിന് പ്രശ്നമുള്ള പേഷ്യൻസിന് ചുമ വരാൻ സാധ്യതയുണ്ട്. കിഡ്നിക്ക് പ്രശ്നമുള്ള പേഷ്യൻസിന് ചുമ വരാൻ സാധ്യതയുണ്ട്. മൂക്കില് വളവുള്ള പേഷ്യൻസിന് പോലും ചുമ വരാൻ സാധ്യതയുണ്ട്. ചുമയുടെ റീസൺ ഈ ശ്വാസകോശ സംബന്ധമായിട്ട് എന്നുള്ളത് മാത്രമല്ല, പല അവയവങ്ങളുടെ പ്രശ്നം കാരണം ചുമ വരാന്ന് കാരണം ചുമ വേറൊരു അവയവത്തെ ബാധിക്കില്ല. ചുമ ഒരു ലക്ഷണമാണ്. ചുമ ഒരിക്കലും ഒരു അസുഖമല്ല. ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ചുമ ഒരു ലക്ഷണമായി മാറുന്നത്? ഈ ചുമ എന്ന് പറയുന്നത് ഒരു കോമൺ ലക്ഷണമാണ്. അപ്പം നമ്മൾ ചുമയ്ക്കുന്ന ഒരു പേഷ്യന്റിന് ഇന്ന അസുഖമാണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ചുമയുടെ കാരണങ്ങൾ നമ്മൾ ശരിക്കും എടുക്കുവാണെങ്കിൽ ഒരു 100-200 കണക്കിന് കാരണങ്ങൾ കാണും. നമ്മൾ കോമൺ ആയിട്ടുള്ള കാരണങ്ങളാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുമ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ലക്ഷണം മാത്രമാണ്. ആ ലക്ഷണത്തിന്റെ കാരണം കണ്ടുപിടിക്കലാണ് ശരിക്കും ആധുനിക വൈദ്യത്തിന്റെ ഒരു രീതി.
നമ്മള് സിംറ്റം റിലീഫ്, അതായത് ലക്ഷണത്തെ മാത്രം ശമിപ്പിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ അനുമാനിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മള് ഇതിന് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. നമുക്ക് തെളിവ് വേണം. ചുമ വരട്ടെ, ഒരു രോഗി വരുന്നു, ഓക്കെ ഫൈൻ, ചുമയുണ്ട്, ചുമയുടെ ഒരു മരുന്ന് കൊടുക്കുന്നു, ചുമ മാറുന്നു. അങ്ങനെയല്ല ആക്ച്വലി ആധുനിക വൈദ്യം മീൻ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഡീൽ ചെയ്യുന്നത്. ചുമ വരുന്നു, അപ്പൊ നമ്മൾ കേൾക്കുന്നു, പേഷ്യന്റെ ഹിസ്റ്ററി എടുക്കുന്നു, പരിശോധിക്കുന്നു, ചുമയുടെ റീസൺ കണ്ടുപിടിക്കലാണ് ബേസിക്കലി നമ്മൾ ഉദ്ദേശം. ചില പേഷ്യൻസിന് ചുമ മാറണമെന്ന് തന്നെ ഇല്ല. ചുമ മാറാത്ത ഒരുപാട് അസുഖങ്ങളുണ്ട്. എല്ലാവരുടെയും ചുമ മാറ്റിത്തരാമെന്നൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു ക്ലെയിം ഒന്നും മോഡേൺ മെഡിസിൻ ഇല്ല. ചുമയുടെ റീസൺ കണ്ടുപിടിക്കലാണ് ബേസിക്കലി നമ്മുടെ പണി. പക്ഷെ മിക്ക ചുമകൾക്കും റീസൺ കിട്ടിയാൽ ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ചിലപ്പോൾ അത് ക്യൂർ ചെയ്യാൻ തന്നെ സാധിച്ചിരിക്കാം. പക്ഷെ എല്ലാ ചുമയും ക്യൂറബിൾ അല്ല. ചില ചുമ കൺട്രോളബിൾ ആണ്. അതായത് നമുക്ക് അവരുടെ ചുമയുടെ സിവിയറിറ്റി കുറയ്ക്കാം. ചുമ കാരണം അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് പരമാവധി കുറച്ചു നിർത്താം. അവരുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി കൂട്ടി കൊടുക്കാം. അവരുടെ റുട്ടീൻ ആക്ടിവിറ്റീസിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ആക്കി കൊടുക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ ചില അണുബാധകൾ ഉണ്ടോയെന്ന മിക്ക ചുമകളും നമുക്ക് ക്യൂറബിൾ ആണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചുമയ്ക്ക് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കുന്ന സംഭവം ട്യൂബർകുലോസിസ് ആണ്, ക്ഷയരോഗമാണ്. അപ്പൊ ക്ഷയരോഗം സത്യം പറഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ച് ക്ഷയരോഗമാണെങ്കിൽ വളരെ ഈസിയാണ്. അതായത് നമുക്കിത് പേഷ്യൻസിന് ഒരു സന്തോഷം വാർത്ത തന്നെ കൊടുക്കാൻ പറ്റും. കാരണം ക്ഷയരോഗമുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് 6 മാസം മരുന്ന് കഴിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറും. അത് കംപ്ലീറ്റ് ക്യൂറബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവളുടെ ചുമ മിക്കപ്പോഴും മാറാറുണ്ട്. അപ്പൊ അത് ആക്ച്വലി പക്ഷെ ചില ആസ്മ പോലുള്ള അസുഖങ്ങൾ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൺട്രോളിൽ നിർത്താം. കുറച്ചു നാളത്തേക്ക് ചുമയ്ക്കാതെ ചില പേഷ്യൻസ് ജീവിക്കും. വീണ്ടും ആസ്മയെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ചുമ വരും. അത് കൺട്രോൾ ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനെ ഉള്ളൂ. പുകവലി കാരണം ഉണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട്. അത് കാരണം നമുക്ക് ചുമ വരുമ്പോൾ അത് ആക്ച്വലി ആ ചുമ മുഴുവനായിട്ട് മാറില്ല. അവർ ചിലപ്പോൾ ലൈഫ് ലോങ് ചുമ ഉണ്ടാവും. പക്ഷെ അവരുടെ ചുമയുടെ ഇത് കുറയ്ക്കാനും അവർക്ക് ചുമ കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ നമ്പർ കുറയ്ക്കാനും പരമാവധി ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാക്കാനുള്ള ചികിത്സകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ക്യൂറബിൾ അല്ല, അതായത് പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ചുമയെ കുറിച്ചായിരുന്നു. ഡോക്ടർ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. മെയിനായിട്ടും ഏറ്റവും കൂടുതൽ കൊച്ചുകുട്ടികളിൽ എങ്ങനെയാണ് ഈ ചുമ ബാധിക്കുന്നത്, എന്തുകൊണ്ടാണ് വിട്ടുമാറാത്ത അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളിൽ? കുട്ടികളില് അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ കുട്ടികൾ എല്ലാവരും പ്രശ്നത്തിൽ പോകുന്നില്ല. കുട്ടികളിലും അഡൽസിലും ഉണ്ടാകുന്ന ചുമയില് അസുഖത്തിനെ സംബന്ധിച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും അതിന്റെ ബേസിക് മെക്കാനിസം ഒക്കെ സെയിം തന്നെ. അപ്പൊ കുട്ടികളിലുണ്ടാവുന്ന അണുബാധ ആയിരിക്കത്തില്ല അഡൽസിന് ഉണ്ടാവുന്നത്, പ്രായമുള്ളവർക്ക് ഉണ്ടാവുന്നത്. അണുബാധയുടെ കാരണങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ട്രീറ്റ്മെന്റിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ കാരണം അണുബാധയായിരിക്കും. ആൻഡ് അലർജി കാരണം കുട്ടികൾ ഇഷ്ടംപോലെ ചുമയുണ്ട്. ആസ്മ വളരെ കോമൺ ആണ് നമ്മുടെ നാട്ടില്. ഇതൊക്കെയാണ് ബേസിക്കലി കുട്ടികൾക്കുണ്ടാവുന്ന ചുമ. കുട്ടികളുടെ ചുമയും മാനേജ് ചെയ്യുന്നതും അഡൽട്ടിന്റെ ചുമ മാനേജ് ചെയ്യുന്നതും ഏകദേശം ഒരേപോലെയാണ്. ചിലർക്ക് ആന്റിബയോട്ടിക്കിന്റെ ആവശ്യം വരാം, ചിലർക്ക് ഇൻഹേലേഴ്സിന്റെ ആവശ്യം വരാം, ചിലർക്ക് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരും, ചിലർക്ക് നെബുലൈസേഷൻ വേണ്ടി വരും. കൊച്ചുകുട്ടികളാകുമ്പോൾ ഇൻഹേലർ പറ്റത്തില്ല, അവർക്ക് നെബുലൈസേഷന്റെ ആവശ്യം വരും. അപ്പൊ അങ്ങനെയേ ഉള്ളൂ. അങ്ങനെ തീവ്രമാവുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഇൻഫെക്ഷനും ന്യൂമോണിയയും വരുമ്പോഴാണ്. അത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചിലപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കേണ്ടി വരാം. ബേസിക്കലി കുട്ടികളിലും അഡൽസിലും ഉണ്ടാകുന്ന ചുമയ്ക്ക് റീസൺസ് ഏകദേശമൊക്കെ ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ വരണ്ട ചുമയും ഈ കഫമുള്ള ചുമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രധാനം? വരണ്ട ചുമ അല്ലെങ്കിൽ ഡ്രൈ കോഫ് എന്ന് പറയുന്നത് ശരിക്കും ഈ നമുക്കിപ്പോ അണുബാധ ഉണ്ടായി, നമ്മുടെ ശ്വാസകോശത്തിൽ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ന്യൂമോണിയ ഉണ്ടായി, അങ്ങനെ ഉണ്ടാവുന്ന ചുമയ്ക്ക് നമുക്ക് കഫം പുറത്തു വരും. ഒരു ഉദാഹരണമാണ് ടി ബി കാരണം ഉണ്ടാവുന്ന ന്യൂമോണിയക്ക് കഫം പുറത്തു വരും. ഈ കഫം പുറത്തു വരുമ്പോൾ നമ്മൾ അതിനെ ഈ വെറ്റ് കോഫ് എന്ന് വിളിക്കും. അതാണ് ഈ കഫമുള്ള ചുമ എന്ന് പറയുന്നത്. ചില ചുമകൾക്ക് അങ്ങനെയില്ല. ഉദാഹരണം ആസ്മ ഉള്ള രോഗികൾ ചുമയ്ക്കുമ്പോൾ മിക്കപ്പോഴും കഫം വരാറില്ല. അവർക്ക് ലങ്സിന്റെ ട്യൂബുകളിൽ ഉണ്ടാവുന്ന ഒരു ചുരുക്കം കാരണമാണ് അവർ ചുമയ്ക്കുന്നത്.
പക്ഷെ മിക്ക പേഷ്യൻസ് നമ്മുടെ ഒ പിയിൽ കഫം കുറഞ്ഞു പോകുന്നില്ല എന്ന പരാതിയുമായിട്ട് വരാറുണ്ട്. അങ്ങനെ ആക്ച്വലി അത് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇങ്ങനൊരു ഫിനോമിന ഇല്ല. നമുക്ക് കഫം പറഞ്ഞു പോകാനായിട്ട് ഒരു ചികിത്സ അവൈലബിളേ അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. കഫം മിക്ക പേഷ്യൻസിനും ഈ ആസ്മയോ അല്ലെങ്കിൽ പുകവലി കാരണം ഉണ്ടാകുന്ന COPD എന്ന് പറയുന്ന അസുഖം കൊണ്ടുണ്ടാകുന്ന ചുമയാണെങ്കിൽ മിക്കപ്പോഴും കഫം പറഞ്ഞു പോകത്തില്ല. അവരുടെ ലങ്സ് ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് അവരത് അനുഭവിക്കുന്നത് അങ്ങനെയാണ്. എന്തോ ഒരു സംഭവം ലങ്സിൽ ഇരിപ്പുണ്ട്, അതിനെ പുറത്ത് കളയുമ്പോഴാണ് എന്റെ അസുഖം മാറുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവർ ഈ കഫം പറഞ്ഞു പോകണം എന്ന് പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെ സംഭവിക്കില്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ കോവിഡ് വാക്സിനെ കുറിച്ചൊരു പ്രശ്നം മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. കുറെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു. അതില് സത്യമുണ്ടോ? അതില് സത്യമില്ല. കോവിഡ് വാക്സിൻ സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, എല്ലാ വാക്സിനും നമ്മള് പുറത്തുനിന്ന് എടുക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട്. നമ്മളിന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിനും സൈഡ് എഫക്റ്റ് ഉണ്ട്, നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഊണിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു സാധനവും നമ്മൾ ഇടുന്ന ഡ്രസ്സിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ മൈക്രോഫോണിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു സാധനവും നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ആക്ച്വലി നോക്കുന്നത്, നമ്മളിങ്ങനെ ഒരു സംഭവം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ വെയ് ചെയ്ത് നോക്കും. ഇതിന് പോസിറ്റീവ് സൈഡാണോ കൂടുതൽ, നെഗറ്റീവ് സൈഡാണോ കൂടുതൽ. ഉദാഹരണം, നമുക്ക് ഭയങ്കരമായ പനി വരുന്നു. പനി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് പാരസെറ്റമോൾ എന്ന് പറയുന്നൊരു മരുന്നാണ് സാധാരണ കഴിക്കുന്നത്. പാരസെറ്റമോൾ കഴിക്കുമ്പോൾ നമുക്ക് ലിവറിലെ കോശങ്ങളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ലിവറിലെ കോശങ്ങൾ വെച്ചാൽ കോടിക്കണക്കിനുള്ള കോശത്തിൽ നിന്ന് 1-2 കോശങ്ങളായിരിക്കും നശിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും പാരസെറ്റമോളിന്, അപ്പൊ നമ്മുടെ പുസ്തകത്തില്, നമ്മുടെ ആധുനിക വൈദ്യത്തിന്റെ സയൻസിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും പാരസെറ്റമോളിന് ലിവറിൽ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന്. അത് നമുക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്, ഒരു വാർണിംഗ് ആണത്. അതിന്റെ അർത്ഥം പാരസെറ്റമോൾ കഴിച്ചാൽ ലിവർ മുഴുവൻ അടിച്ചുപോയി ചത്തുപോകുന്നല്ല. പാരസെറ്റമോളിന് ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങൾ നോക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നോക്കുന്നത്, പനി പിടിച്ചിരിക്കുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ പാരസെറ്റമോൾ കൊടുത്തില്ലെങ്കിൽ ആ പനിയുടെ പ്രശ്നങ്ങൾ, പനിയുടെ അനന്തരഫലങ്ങൾ ആ പേഷ്യന്റിന് സംഭവിക്കും. ചില പേഷ്യൻസിന് ഫിറ്റ്സ് വരും. അപ്പോ നമ്മൾ നോക്കും, പനി കൂടുന്നതാണോ പ്രശ്നം, അതോ ലിവറിന്റെ 1-2 കോശങ്ങൾ പോകുന്നതാണോ പ്രശ്നം. അപ്പൊ നമ്മൾ പനി കൂടുന്നതാണ് പ്രശ്നം എന്ന് എടുക്കും. അങ്ങനെയാണ് നമ്മൾ ആ പേഷ്യന്റിന് പാരസെറ്റമോൾ കൊടുക്കുന്നത്. പക്ഷേ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ പാരസെറ്റമോളിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന്. അതുകൊണ്ട് ആരും പാരസെറ്റമോൾ കഴിക്കാതിരിക്കുന്നില്ല. നമ്മള് മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ വണ്ടി ഇടിക്കാനും മരിക്കാനും സാധ്യതയുണ്ടെന്ന്. ഓക്കെ, എന്ന് വെച്ചിട്ട് ആരും ഓടിക്കാതിരിക്കുമല്ല. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം. നമ്മൾ ഹെൽമെറ്റ് വെച്ച്, അല്ലെങ്കിൽ കാറാണെങ്കിൽ സീറ്റ് ബെൽറ്റ് വെച്ചിട്ട് നമ്മൾ ഓടിക്കും, എന്നാലും മരിക്കാം. പക്ഷെ നമ്മൾ അതിന്റെ പ്രിക്കോഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പൊ നമ്മൾ അവിടെ വെയ് ചെയ്യാണ്, നമുക്കത് പോകണോ വേണ്ടയോ, പോകുന്നതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ, അതനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു റാഷണാലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുപോലെയാണ് ഈ വാക്സിന്റെ കാര്യവും. വാക്സിന് സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് വെച്ചാൽ വാക്സിന് സൈഡ് എഫക്ട് ഉണ്ട്. പക്ഷെ അത് ചിലപ്പോ ഒരു 10,000 പേർക്ക് കൊടുക്കുമ്പോൾ ഒരു 3-4 പേർക്ക് ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റിനെയാണ് നമ്മള് വാക്സിന് സൈഡ് എഫക്ട് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി 10,000 പേരും രക്ഷപ്പെടുന്നുണ്ട്. നമ്മൾ നോക്കുന്നത് വാക്സിന്റെ ഗുണങ്ങളാണ്. നമ്മളവിടെയും ഇതുപോലെ ഒരു ത്രാസിൽ തൂക്കും, ഇതിന് പോസിറ്റീവ് സൈഡാണോ കൂടുതൽ, നെഗറ്റീവ് സൈഡാണോ കൂടുതൽ. പോസിറ്റീവ് സൈഡാണ് ഭയങ്കര കൂടുതലാണ്, നെഗറ്റീവ് സൈഡ് സത്യത്തിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. പക്ഷെ നമ്മള് എപ്പോഴും ഇതിനെതിരെ സംസാരിക്കാനായിട്ടുള്ളൊരു പ്രവണത ഉള്ളതുകൊണ്ട് നമ്മള് വാക്സിന്റെ നെഗറ്റീവ് സൈഡ് പറഞ്ഞിട്ട് വാക്സിൻ എടുക്കാതിരിക്കും. ആൾക്കാരെ ആക്ച്വലി തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. പലരും കോവിഡ് മാത്രമല്ല പല വാക്സിനും ചിലപ്പോ ഇത് കണ്ടിട്ട് ഇത് വായിച്ചിട്ട് പേടിച്ചിട്ട് എടുക്കാതിരിക്കും. ചിലർ പോളിയോ എടുക്കത്തില്ല, ഡിഫ്തീരിയ എടുക്കത്തില്ല, ടെറ്റനസ് എടുക്കത്തില്ല, ഒന്നും എടുക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് ഫോർ എക്സാമ്പിൾ ഇതെല്ലാം പകർച്ചവ്യാധികളാണല്ലോ. അപ്പോ ഇപ്പോ കുറച്ചുപേര് വാക്സിൻ എടുക്കാതിരുന്നാൽ ഇതിന്റെ പ്രോബ്ലം വെച്ചാൽ ഇത് സ്പ്രെഡ് ചെയ്യും. അതൊരു സാമൂഹിക വിഷയമാണ്, ഒരാൾക്ക് മാത്രമല്ല പ്രശ്നം. അപ്പൊ നമ്മൾ പറയും നിങ്ങൾ അവരുടെ ഇഷ്ടമാണ് അവർക്ക് എടുക്കാതിരിക്കുന്നത്, അത് അവരുടെ ഇഷ്ടമല്ല. ഓക്കെ, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടിയാണ് പലതും ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ വാക്സിൻ എടുക്കുന്നത് എല്ലാവർക്കും വേണ്ടിയായിരിക്കും. അപ്പൊ അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. വാക്സിന് സൈഡ് എഫക്ട് ഉണ്ട്, പക്ഷെ സൈഡ് എഫക്ട് അല്ല അവിടെ പ്രധാനം. സൈഡ് എഫക്ട് വളരെ 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 നെഗ്ലിജിബിൾ ആണ്. നമുക്ക് തള്ളിക്കളയാവുന്നത്രേ ഉള്ളൂ, പ്രശ്നങ്ങളുള്ളൂ.
അതുപോലെ തന്നെ നമ്മളൊരു ചുമ വരുമ്പോൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു വൈദ്യസഹായം തേടാനുള്ള സാഹചര്യമില്ല എങ്കിൽ പോലും വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ആക്ച്വലി ചുമ, ഞാൻ പറഞ്ഞല്ലോ ചുമയുടെ കോസ് മിക്ക ആസ്മ പേഷ്യൻസിനും ഇപ്പൊ ഞാനിപ്പോ ഒ പിയിൽ വരുന്ന പേഷ്യൻസിനോട് അവരുടെ അസുഖം എന്താണെന്ന് തുറന്നു പറയാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫോർ എക്സാമ്പിൾ ആസ്മ ഉള്ള രോഗിയെടുത്ത് നമ്മൾ ആസ്മയെ കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മൾ മരുന്ന് കൊടുത്തിട്ട് അവര് ബെറ്ററായി സന്തോഷമായിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരടുത്ത് പറയണം നിങ്ങൾക്ക് ആസ്മയാണ്, ഇത് റെക്കർ ചെയ്യാൻ സാധ്യതയുണ്ട്, അത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്, അപ്പൊ അതനുസരിച്ചുള്ള പ്രിക്കോഷൻ എടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് ചുമ വരുമ്പോൾ അവർക്ക് വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവർ അതിനെ കുറിച്ചൊരു ധാരണ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്കത് വീട്ടിൽ മാനേജ് ചെയ്യാം. ഇനി സാധാരണ കോമൺ കോൾഡ്, വൈറൽ പനി കാരണം ഉണ്ടാവുന്ന ചുമയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ചികിത്സയൊന്നും കാര്യമായിട്ട് ആവശ്യമില്ല. ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഭയങ്കര സ്ട്രോങ് പഠനങ്ങളൊന്നും അതിന് പോസിറ്റീവായിട്ട് വന്നിട്ടില്ല. പക്ഷേ ചില പഠനങ്ങൾ ഹണി ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഉറപ്പില്ല അത് ശരിയാണോന്ന്. ചിലര് സ്റ്റീം ഉള്ള ആവി പിടിക്കുമ്പോ ഉണ്ടാവാൻ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ ഉണ്ട്. പക്ഷെ ചില പേഷ്യൻസ് ഒരുപാട് ആവി പിടിക്കുന്നുണ്ട്. അത് ആക്ച്വലി പറ്റത്തില്ല, അത് ദോഷം ചെയ്യും. 1-2 ദിവസമൊക്കെ ആവി പിടിച്ച് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ തനിയെ മാറുന്ന ചുമകളായിരിക്കുമല്ല. കുറച്ച് ചുമക്കുമെന്നേ ഉള്ളൂ. കുറച്ച് ചൂടുവെള്ളം കുടിക്കാം. കാരണം ചൂടുവെള്ളം കുടിക്കുമ്പോൾ ആ ചൂട്, ആ ടെമ്പറേച്ചറാണ് നമ്മളെ സഹായിക്കുന്നത്. വെള്ളത്തിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അതേപോലെ ഈ തണുപ്പ് കയറാതിരിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ ബേസിക്കലി ചുമയുള്ളപ്പോൾ പുറത്തിറങ്ങി വേറെ ആർക്കും ഇത് കൊടുക്കാതിരിക്കാൻ നോക്കാം. മിക്കപ്പോഴും വൈറൽ പനി ആയിരിക്കും. ചൂട് ഭക്ഷണം കഴിക്കാം. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ആ ടെമ്പറേച്ചറാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് ആ വെള്ളമോ ആ ഭക്ഷണമോ അതിൻ്റെ റോളില്ല. മഞ്ഞൾ വരെ തിന്നരുത്, മഞ്ഞൾ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവത്തില്ല. ഓക്കെ, ഒട്ടുമിക്കവരും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. അതൊരു അന്ധവിശ്വാസമാണ്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. കാരണം ശരിക്കും ഈ മഞ്ഞള് ചിലപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടാം. അതായത് മഞ്ഞളിനകത്തുള്ള എന്തോ ഒരു സംഭവം നമുക്ക് ശരിയാക്കാൻ സാധ്യതയുള്ള സംഭവമായിട്ട് മാച്ചിങ് ആയിട്ട് കിട്ടാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മഞ്ഞൾ വായിലിട്ട് നമ്മുടെ വയറിൽ പോയി നമ്മുടെ ശരീരം അത് അബ്സോർബ് ചെയ്ത് രക്തത്തിൽ കലർന്ന് കോശങ്ങളിൽ എത്തിയിട്ട് വേണം ഈ പണിയെടുക്കാൻ. ആ സംഭവം മഞ്ഞളിനും പറ്റില്ല. അതിനുള്ള എൻസൈം നമ്മുടെ ബോഡി ഇല്ലാത്തതുകൊണ്ട് അത് വർക്ക് ചെയ്യില്ല. അപ്പൊ പുറത്ത് വേണമെങ്കിൽ നമ്മൾ പരീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കാം. അപ്പൊ അതങ്ങനൊന്നും വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ ശരീരത്തിന് ദഹിക്കുന്ന സാധനങ്ങൾ മാത്രമേ അതിന്റെ അബ്സോർപ്ഷൻ, ഇതെല്ലാം ഒരു ക്രൈറ്റീരിയ ആണ്. എന്നാലേ ഇതൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. ബേസിക്കലി സാധാരണ കോമൺ കോൾഡ് ഒന്നും ചെയ്യാതെ തന്നെ മാറിക്കോളും. ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് പാരസെറ്റമോൾ കഴിക്കാം. അല്ലാണ്ട് വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. മാറാത്ത ചുമകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, കോഫ് സിറപ്പ് മേടിക്കുന്നത് അത്ര ഞാനത് പറയില്ല മേടിക്കാൻ. ഒരു അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിച്ചിട്ട് അതിനുള്ള മരുന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഡോക്ടർ, നമുക്ക് അടുത്തൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. സാർ, എന്റെ മകൾക്ക് 14 വയസ്സുണ്ട്. മോൾക്ക് പീരീഡ്സ് ടൈമിൽ ചുമയും തുമ്മലും കാണാറുണ്ട്. എന്തായിരിക്കും കാരണം? പേര് അനീഷ എന്നാണ്, ഇരുവരുത്തുനിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, പീരീഡ്സിന്റെ സമയത്ത് ചുമയും തുമ്മലും കാണാറുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ചുമയും തുമ്മലും മിക്കപ്പോഴും കാണുന്നത് അലർജിയുടെ ഒരു പ്രശ്നമായിട്ടാണ്. പീരീഡ്സുമായിട്ട് ബന്ധം ഉണ്ടെന്നായിരിക്കും ഇവരുടെ നിരീക്ഷണം, അതായിരിക്കാം. പക്ഷെ അത് എത്രത്തോളം അത് കോസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കോസും കോറിലേഷനും ഒരു സംഭവമാണ്. അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ വിചാരിക്കും, നമ്മളിപ്പോ ഒരു സിനിമ കാണുന്നു. ഇപ്പൊ ഏതാ പുതിയ സിനിമ കണ്ടത്? കണ്ട സിനിമ പുതിയ സിനിമ കണ്ടത് വർഷങ്ങൾക്ക് ശേഷം. സോ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് വർഷങ്ങൾക്ക് ശേഷം കണ്ടോണ്ടാണെന്ന്. അപ്പം ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടു, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, രണ്ടും ഒരുമിച്ചാണ് നടന്നത് ആണ്. പക്ഷെ ഇതൊരു കോറിലേഷനാണ്. കോറിലേഷനും കോസേഷനും നമ്മൾ വ്യത്യാസമുണ്ട്. കോറിലേഷൻ നമുക്ക് പല കാര്യത്തിലും ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ചിലർ പറയാറുണ്ട്, എന്റെ വയറിൽ ഭയങ്കര മുഴയുണ്ടായിരുന്നു, ഞാൻ അവിടെ പോയി ഇത് ചെയ്തു, എന്റെ മുഴ മാറി. അതൊരു കോറിലേഷനാണ്. സത്യത്തിൽ മുഴ മാറുന്നത് അതുകൊണ്ടല്ല. ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്ന ഒരുപാട് മുഴകൾ നമ്മുടെ വയറിൽ വരും.
പ്രത്യേകിച്ച് സ്ത്രീകളുടെ യൂട്രസിലൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് റിഗ്രസ് ചെയ്യുന്ന തനിയെ മാറുന്ന ഒരുപാട് മുഴകളുണ്ട്. അതൊക്കെ ചിലപ്പോൾ അവര് ഇത് ചെയ്തുകൊണ്ടാണ് മാറിയത് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെ അവര് ശരിക്കും മാറാത്ത ആൾക്കാരോട് പറയും, എന്റെ മുഴ മാറി, നിങ്ങൾ ഇവിടെ പോയി അത് ചെയ്യണം, മുഴ മാറും. ചിലപ്പോൾ അവരുടെ മുഴ തനിയെ മാറുന്നതായിരിക്കത്തില്ല, ട്രീറ്റ് ചെയ്യേണ്ടതായിരിക്കും. അത് അവർ പോയി അവിടെ ചെയ്ത് അവരുടെ മുഴ വലുതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കോറിലേഷൻസ് അത് നമ്മുടെ മനുഷ്യന്റെ ബ്രെയിൻ തനിയെ ചെയ്തുകൊണ്ട സാധനം. നമ്മളൊരു റാഷണൽ ആനിമൽ അല്ല. നമുക്ക് എപ്പോഴും ഷോർട്ട് കട്ട്സിലേക്ക് പോകുന്ന, നമ്മൾ പരിണാമപരമായിട്ട് നമ്മുടെ തലച്ചോറ് അങ്ങനെയാണ് വർക്ക് ചെയ്തോളൂ. നമുക്ക് എപ്പോഴും ഷോർട്ട് കട്ടിലെ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കത്തുള്ളൂ. നമുക്കത് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയാണ്. സത്യത്തിൽ അത് എപ്പോഴും ഒരു അപകടമായിട്ട് മാറും. നമ്മൾ കോസേഷൻ നോക്കണം. ഇതിന്റെ കോസ് ഇതാണോ എന്ന് പരിശോധിച്ച് നമ്മൾ തെളിവെടുക്കണം. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മള് ചികിത്സിക്കത്തുള്ളൂ. ഈ അമ്മ പറഞ്ഞത് എനിക്കത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, നമ്മളത് പരിശോധിക്കണം. എനിക്ക് അങ്ങനെ ഒരു കോറിലേഷൻ, അങ്ങനെ ഒരു രണ്ടും കൂടി ഒരുമിച്ച് വരാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടോ എനിക്ക് അറിയത്തില്ല. ആയിരിക്കാം. അത് പേഷ്യന്റിനെ കണ്ടാലേ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവർ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു അലർജി പ്രശ്നമായിട്ട് എനിക്ക് തോന്നുള്ളൂ. അതിനെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാന്നുള്ള അലർജിയുടെ മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്. അത് ഡോക്ടറെ സമീപിച്ച് അത് വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പീരീഡ്സുമായിട്ട് അതിന് അങ്ങനെ ബന്ധമുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് പരിശോധിക്കണം. അപ്പോൾ ഡോക്ടർ, നമ്മള് കാരണങ്ങൾ പറഞ്ഞു, വിവിധതരം ചുമ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന് ഉള്ള ട്രീറ്റ്മെന്റ് എന്താണെന്നൊന്ന് പറയാമോ? ചുമയുടെ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, ചുമയുടെ ലക്ഷണമാണ്, അതൊരു അസുഖമല്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ചുമയുടെ ലക്ഷണങ്ങൾ നമ്മള് പിന്നെ പരിശോധിച്ച് അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് ആ അസുഖത്തിനാണ് ചികിത്സയുള്ളത്. മിക്ക ചുമയ്ക്കും ചികിത്സയുടെ ആവശ്യമില്ല, തനിയെ മാറുന്ന ചുമകളായിരിക്കും. എന്ന് വെച്ചിട്ട് ആരും ചുമ വെച്ചോണ്ടിരിക്കരുത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചുമയുടെ ഡ്യൂറേഷൻ, സമയം കൂടി വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവണം എന്തോ സംതിങ് ഇസ് റോങ്. അതിനെ നമ്മൾ ഡോക്ടറെ സമീപിച്ച് പരിശോധിച്ച് അസുഖം നിർണയിച്ചിട്ടാണ് ഏത് ചികിത്സയാണെന്ന് എടുക്കുന്നത്. റഫ്ലി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു സാധാരണ നമുക്ക് വൈറൽ പനി വരുമ്പോൾ അതിനുശേഷം ഒരു ചുമ ഉണ്ടാവും, അത് തനിയെ മാറുന്നതാണ്, അതിനൊന്നും ചെയ്യേണ്ട. അല്ലാതെ വരുന്ന അലർജി ചുമയാണെങ്കിൽ അലർജിയുടെ മരുന്നുകൾ അവൈലബിൾ ആണ്. അലർജിയുടെ മരുന്നുകൾ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഇൻഹേലേഴ്സ് ആണ്. അതായത് ആസ്മ, അലർജി ഉദ്ദേശിക്കുന്ന ആസ്മയാണ്, ശ്വാസകോശത്തിലുണ്ടാവുന്ന ചുരുക്കമാണ്. അതൊരു പാരമ്പര്യ രോഗമാണ്. അത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടാവും, അവർക്ക് ജനിതകമായിട്ട് അത് പാസ് ഓൺ ചെയ്യുന്നതാണ്. അമ്മയിൽ നിന്ന് കുട്ടിയിലേക്കോ അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് കുട്ടിയിലേക്കോ, അങ്ങനെ. അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്കും അച്ഛനും കാണത്തില്ല, അപ്പനും അമ്മയ്ക്കും ആയിരിക്കും. അച്ഛനും അമ്മയ്ക്കും ഡോമിനന്റ് ആവില്ല, കുട്ടിക്ക് വരാം. അപ്പൊ അതൊരു ഹെറിഡിറ്ററി പാരമ്പര്യ രോഗമാണ്. അവർക്ക് നമ്മൾ ഇൻഹേലേഴ്സ് ആണ് കൊടുക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ഇൻഹേലേഴ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. കുട്ടികൾക്ക് പോലും അതുകൊണ്ടാണല്ലോ. അതെ, പല പേഷ്യൻസ് പറയും കുട്ടിയാണ്, അവർക്ക് ഇൻഹേലർ കൊടുക്കണ്ട, അവർക്ക് മരുന്ന് മതി ഡോക്ടർ എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ഇൻഹേലർ ആണ് ഏറ്റവും സേഫ്, മരുന്നല്ല സേഫ്, ഗുളികളല്ല സേഫ്. ഗുളികൾക്ക് സൈഡ് എഫക്ട് കൂടുതലാണ്, ഇൻഹേലേഴ്സിന് സൈഡ് എഫക്ട് കുറവാണ്. ഇൻഫാക്ട് ഇൻഹേലേഴ്സ് ഒരു കുറച്ച് തിയറിറ്റിക്കൽ സൈഡ് എഫക്ട് ഉണ്ടെന്നുണ്ടല്ലാതെ പ്രാക്ടിക്കലി ഇൻഹേലർ സേഫസ്റ്റ് മരുന്നാണ് വേറെ ഏത് മരുന്നിനേക്കാളും. നമുക്ക് ധൈര്യമായിട്ട് ഇൻഹേലേഴ്സ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, അസുഖമുള്ളവർക്ക്, അല്ലാതെ എല്ലാവരും കൊടുക്കണ്ട. അതെ. അപ്പോൾ ഒരു സംശയം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇത് പറയാൻ കാരണം ഒരു വൺ ടൈം ഒരു ഇൻഹേലർ യൂസ് ചെയ്ത ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ടി വരുമോ എന്നൊരു ചിന്താഗതിയുണ്ട്. ഉണ്ട്. അതൊരു ഭയങ്കര ഒരു ഭീകര ക്വസ്റ്റ്യൻ ആണ് അത്. അതിന് ആക്ച്വലി എനിക്ക് ആൻസർ ചെയ്യാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി അതിന് എങ്ങനെ ഉത്തരം കൊടുക്കാൻ കഴിയത്തില്ല. അത് ആക്ച്വലി അതിന്റെ ചിന്ത തെറ്റാണ്, ആ ചോദ്യമേ തെറ്റാണ്. ഇൻഹേലേഴ്സ് നമ്മൾ ഒരു തവണ ഉപയോഗിക്കുന്നത് കൊണ്ടല്ല അവർക്ക് പിന്നെയും ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ചോദ്യം, ഇപ്പൊ ഇൻഹേലർ ഉപയോഗിച്ചാൽ എനിക്ക് പിന്നെ ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരും. അത് ഒട്ടുമിക്ക ആൾക്കാരുടെയും, അല്ലെങ്കിൽ പൊതുവെ കുട്ടികൾക്ക് ഇൻഹേലർ വേണ്ട, അത് പിന്നെ ലൈഫ് ലോങ് അവർ വളരുമ്പോഴും ഇത് യൂസ് ചെയ്യേണ്ടി വരും ചിന്താഗതിയാണ് എല്ലാവർക്കും. ആ ചോദ്യമേ തെറ്റതെ. അത് നമ്മൾ അതിന് ഉത്തരം പറഞ്ഞാൽ അത് ആക്ച്വലി വളരെയായിട്ട് കോംപ്ലിക്കേറ്റഡ്. അപ്പം ഒരു ഉദാഹരണം പറയുകയാണ്, ഡോക്ടർ അജിനോമോട്ടോ കഴിക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാവുന്നു, അത് എന്തുകൊണ്ടാണ്, അല്ല ഏത് ക്യാൻസറാണ് ഉണ്ടാവുന്നത് ചോദിക്കാറുണ്ട്. സത്യത്തിൽ അജിനോമോട്ടോ കഴിക്കുമ്പോൾ ഏത് ക്യാൻസറാണ് ഉണ്ടാവുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം അജിനോമോട്ടോ കഴിക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാകുമോ എന്നുള്ളതിന് ഉത്തരം കൊടുക്കണം, എന്നാലാണല്ലോ ഏത് ക്യാൻസർ ഉണ്ടാവുന്നത്. സത്യത്തിൽ അജിനോമോട്ടോ കഴിക്കുമ്പോൾ ആ ക്യാൻസർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏത് ക്യാൻസർ ഉണ്ടാവുന്നതിന് ഉത്തരം കൊടുക്കാൻ പറ്റില്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. അതേപോലെ ഈ ചോദ്യത്തിന്
അത് അവരുടെ ഒരു തെറ്റല്ല. അവര് കണ്ടതും കേട്ടതും ഒക്കെ വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അവർ ചോദ്യം ഫ്രെയിം ചെയ്യുന്നത്. ബേസിക്കലി ഇൻഹേലർ നമ്മൾ ആസ്മ ഡയഗ്നോസ് ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പല പേഷ്യൻസും ആസ്മ ഡയഗ്നോസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ തപ്പ് വരുമ്പോഴായിരിക്കാം. അപ്പൊ നമ്മൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുന്നു. പല പേഷ്യൻസിനും ആസ്മ ഓൾറെഡി ഡയഗ്നോസ്ഡ് ആയിരിക്കാം. അവർ ഇൻഹേലർ വില്ലിങ് ആവാതെ പല പല ആൾക്കാരെ കണ്ടിട്ട് ചിലപ്പോൾ നമ്മളടുത്ത് വരും. അപ്പൊ നമ്മൾ ഇൻഹേലർ അഡ്വൈസ് ചെയ്യും. അപ്പൊ അവർക്ക് ഈ ചോദ്യം ചോദിക്കുന്നത്. പലർക്കും ആസ്മ ആ സമയത്തായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. സിംറ്റംസ് അപ്പോഴായിരിക്കും വരുന്നത്. അപ്പോൾ ഏതൊരു പേഷ്യന്റിനും ആസ്മ ക്യൂറബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് റെക്കർ ചെയ്യും. അതായത് ആസ്മ ഇപ്പോ സെറ്റിൽ ആവും, കുറച്ച് കഴിയുമ്പോൾ ആസ്മയുടെ ട്രിഗർ, ഫോർ എക്സാമ്പിൾ ആസ്മയുടെ ട്രിഗർ നിങ്ങളുടെ വീട്ടിലെ പട്ടിയാണെങ്കിൽ നിങ്ങൾ ആ പട്ടിയെ കളയാത്തിടത്തോളം കാലം ആസ്മ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആസ്മയുടെ ട്രിഗർ നിങ്ങൾ പുകവലിക്കുന്നതാണെങ്കിൽ ആ സ്മോക്കിംഗ് നിങ്ങൾ ക്വിറ്റ് ചെയ്യത്തിടത്തോളം കാലം നിങ്ങൾക്ക് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ആസ്മയുടെ കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മേക്കപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ, ഇത് ഉപയോഗിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആസ്മ ഉണ്ടാവും. അപ്പൊ എന്താണോ ഇതിന്റെ സംഭവം അതിനെ മാറ്റുക എന്നുള്ളതാണ് പ്രധാന ട്രീറ്റ്മെന്റ്. അപ്പൊ ഇൻഹേലേഴ്സ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചു, നിങ്ങളുടെ ആസ്മ സെറ്റിലായി, വീണ്ടും നിങ്ങൾ ഈ ട്രിഗറിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ആസ്മ വരും. അപ്പൊ വീണ്ടും ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. അത് ആദ്യം ഉപയോഗിച്ചതുകൊണ്ടല്ല നമുക്ക് രണ്ടാമത് വരുന്നത്. അതെനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കത് അല്ലാതെ ഇത് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അത് ആദ്യം ഉപയോഗിക്കുന്നതുകൊണ്ടല്ല രണ്ടാമത് ഉപയോഗിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ഫാക്ട്. അപ്പോൾ ഡോക്ടർ, പ്രധാനമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ ഇത് വലിയ സങ്കീർണമാണോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ക്യാൻസർ വരുന്നതിന് മുമ്പ് ചുമ കാണുന്നതൊരു ലക്ഷണമാക്കി മാറ്റിയിട്ടുണ്ട്. അത് സത്യമാണോ? അതെ. അല്ല, അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് സത്യമുണ്ട്, കുറച്ച് കള്ളവുമുണ്ട്. എല്ലാ ചുമയും ഒന്നും ക്യാൻസർ ഒന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, മിക്ക ചുമയ്ക്കും ഒരു പ്രശ്നക്കാരനേ അല്ല. അത് തനിയെ മാറുന്ന ചുമകളായിരിക്കാം. ചിലപ്പോ ഞാൻ ചുമയുടെ കാരണങ്ങൾ ഞാൻ 3 പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞല്ലോ. ഒന്ന് ആസ്മ, അല്ലെങ്കിൽ അലർജി, അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നം, ഗ്യാസ്ട്രൈറ്റിസ് കാരണം ഉണ്ടാകുന്ന ചുമ. ഇതായിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുന്നത്. ഇതിൽ ഞാൻ ക്യാൻസർ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ചുമ ഉണ്ടാവാൻ ചിലപ്പോൾ ചില ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ചുമകളുണ്ട്. ചില പ്രത്യേക മരുന്ന് കഴിക്കുമ്പോൾ ചുമ വരാം. ചിലർക്ക് ബിപിയുടെ മരുന്ന്, ചില ബിപി അറിയത്തില്ലേ, ഹൈപ്പർ ടെൻഷന്റെ മരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചുമ വരാം. അതിന്റെ അർത്ഥം മരുന്ന് കഴിക്കേണ്ടെന്നല്ല, ആ മരുന്ന് മാറ്റി പിടിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഹാർട്ടിന്റെ പ്രശ്നം കാരണം ചുമ വരാം, നമുക്ക് ലിവറിൽ പ്രശ്നമുണ്ടെങ്കിൽ ചുമ വരാം, കിഡ്നി പ്രശ്നമുണ്ടെങ്കിൽ ചുമ വരാം. ക്യാൻസറിന്റെ ചുമ നമ്മൾ എടുക്കുന്നത് ഞാൻ പറഞ്ഞത് നമുക്ക് ക്രോണിക് കോഫ് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പിന്നെ ക്യാൻസറിന് പൊതുവെ നമുക്ക് കുറെ ക്രൈറ്റീരിയ ഉണ്ട്. മിക്കപ്പോഴും ക്യാൻസർ വരുന്ന ഏകദേശം ഒരു 65-70% ക്യാൻസർ വരുന്നത് പ്രായം കൂടുമ്പോഴാണ്. പ്രായം കൂടുന്തോറുമാണ് നമുക്ക് ക്യാൻസറിന്റെ സാധ്യത കൂടുന്നത്. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ ഭയങ്കര ക്യാൻസർ ആണ്, പണ്ട് ഇത്രയും ക്യാൻസർ ഇല്ലായിരുന്നു. അത് പ്രായം കൂടുന്നോണ്ടാണ്. പണ്ട് ഇത്രയും പ്രായം നമ്മൾ ജീവിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആയുസ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ആവറേജ് ലൈഫ് സ്പാൻ ഭയങ്കര കുറവായിരുന്നു. നമുക്കൊരു 35 to 40 ഇയേഴ്സിൽ മരിക്കുന്നവരായിരുന്നു കൂടുതൽ. എന്ന് വെച്ചിട്ട് ആരും ജീവിച്ചില്ലെന്നല്ല. ഇപ്പൊ പക്ഷെ അതൊരു 76 to 78 വരെയാണ് സ്ത്രീകൾക്ക്, അല്ല പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് അതിനേക്കാളും കൂടുതലുണ്ട്. അപ്പൊ ആയുസ് കൂടുന്ന സമയമാണിപ്പോൾ. ആയുസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസറിന്റെ ഇൻസിഡൻസ് കൂടുന്നതാണ്. അല്ലാണ്ട് ക്യാൻസർ അല്ലാതൊന്നും കൂടിയതല്ല. പച്ചക്കറി കഴിച്ചിട്ടും ക്യാൻസർ ഒന്നല്ല. ഓക്കെ. പിന്നെ ഈ ഏജ് ഒരു ഫാക്ടറാണ്. അപ്പൊ ഏജ് കൂടുതലുള്ള ഒരാള് ചുമയായിട്ട് വന്നാൽ, ഏജ് കൂടുതൽ പുകവലിച്ചു ചുമയായിട്ട് വരുന്നു, ഏജ് കൂടുതൽ പുകവലിച്ചു മദ്യപിച്ചു ചുമയായിട്ട് വരുന്നു, ഏജ് കൂടുതൽ പുകവലിച്ചു മദ്യപിച്ചു ബന്ധുക്കളിൽ ക്യാൻസർ ഉണ്ട് ചുമയായിട്ട് വരുന്നു, ഏജ് കൂടുതൽ മദ്യപിച്ചു പുകവലിച്ചു ബന്ധുക്കളിൽ ക്യാൻസർ ഉണ്ട്, ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരുന്നു. അപ്പൊ ഇത് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ക്യാൻസർ സംശയിക്കും. അപ്പോഴും സംശയിക്കത്തേ ഉള്ളേ, ക്യാൻസർ ഒന്നും അല്ലത്. ക്യാൻസർ സംശയിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ രക്തപരിശോധന, കഫം പരിശോധനയൊക്കെ ചെയ്ത് അണുബാധയാണോ TB ആണോ എന്നൊക്കെ നോക്കും, ആസ്മ ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ ഇതിനൊക്കെ ഉത്തരം കിട്ടുവാണെങ്കിൽ അത് അതിന്റെ ചികിത്സയിൽ പോവും, കഴിഞ്ഞു. ഇതിലൊക്കെ ഉത്തരം കിട്ടിയില്ല, നമുക്കിപ്പോഴും ലക്ഷണം നിൽക്കുന്നു, ലക്ഷണത്തിന് യാതൊരു കുറവുമില്ല,
വെയിറ്റ് കുറയുന്നു, അതൊരു ലക്ഷണമാണ് വെയിറ്റ് ലോസ്. അപ്പൊ നമ്മള് ക്യാൻസർ സംശയിക്കും. ക്യാൻസർ സംശയിക്കുമ്പോൾ നമ്മൾ പല പല ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. ഒന്ന്, നമുക്ക് ലങ്സിൽ മാത്രം ഉണ്ടാവുന്ന ക്യാൻസർ ഉണ്ട്, അതായത് ലങ്സിലെ ക്യാൻസർ തുടങ്ങുന്നു, അതിന് പ്രൈമറി എന്ന് പറയും. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ട് ലങ്സിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ചുമ മാത്രം ലക്ഷണമായിട്ട് ചിലപ്പോൾ പേഷ്യൻസ് വരാം. അപ്പൊ നമ്മൾ വേറെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കണം ഈ ലങ്സിൽ പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മള് സാധാരണ ചെയ്യുന്നത് എക്സ്റേ നോക്കും. എക്സ്റേയിൽ നമുക്ക് ക്ലൂ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സി ടി സ്കാൻ ചെയ്യും. ചില പേഷ്യൻസിന് CT സ്കാൻ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടാം. ചിലപ്പോൾ നമുക്ക് വേറെ ഒരു CT എടുക്കേണ്ടി വരും, നമുക്ക് മരുന്ന് കുത്തിവെച്ചിട്ടുള്ള CT. അപ്പൊ ഇതിൽ നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടാം, ചിലപ്പോൾ നമുക്ക് ഇതിലൊരു ക്ലൂ കിട്ടാം. ഇതിലൊരു മുഴ കിടക്കുന്നു. ഈ മുഴ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്യാൻസർ തന്നെ. ഞാൻ പറഞ്ഞു 2 തരം ക്യാൻസർ ഉണ്ട്, ഒന്ന് ബിനൈൻ ഉണ്ട്, മാലിഗ്നന്റ് ഉണ്ട്. മാലിഗ്നന്റ് എന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നക്കാരനായ ക്യാൻസർ, നമ്മളെ കൊല്ലാൻ സാധ്യതയുണ്ട് ആ ക്യാൻസർ. എങ്ങനെ കൊല്ലുന്നതെന്ന് വെച്ചാൽ അത് സ്പ്രെഡ് ചെയ്തിട്ടാണ് കൊല്ലുന്നത്. അപ്പോൾ സ്പ്രെഡ് ചെയ്യുന്ന ക്യാൻസറും സ്പ്രെഡ് ചെയ്യാത്ത മുഴകളുണ്ട്. അപ്പൊ സ്പ്രെഡ് ചെയ്യുന്നതാണോ എന്ന് നോക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബയോപ്സി ചെയ്യേണ്ടി വരാം. ബയോപ്സി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യും. ബ്രോങ്കോസ്കോപ്പി എന്ന് വെച്ചാൽ എൻഡോസ്കോപ്പി എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ വായിലൂടെ ക്യാമറ ക്യാമറ ഉള്ള കുഴൽ ഇറക്കിയിട്ട് നമ്മൾ അവിടെ എല്ലാം നോക്കി എവിടെയാണോ മുഴ നോക്കി അവിടുന്ന് ബയോപ്സി എടുക്കുക. അതുപോലെ ലങ്സിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയും. അതൊരു ചെറിയ ട്യൂബാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് മൂക്കിലൂടെ വായിലൂടെ കയറ്റിയിട്ട് ലങ്സിലെത്തി നമ്മൾ മുഴയിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് മുഴ നമുക്ക് കാണാൻ പറ്റും. വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ബയോപ്സി എടുക്കാം. ചില ബയോപ്സികൾക്ക് നമുക്ക് CT സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബയോപ്സി ചെയ്യാൻ പറ്റും, പുറമേ ഉള്ള മുഴകൾ. അത് വളരെ പുറമേ എന്ന് വെച്ചാൽ ലങ്സിന്റെ ഏറ്റവും അറ്റത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബ്രോങ്കോസ്കോപ്പിലൂടെ എത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് പുറമേന്ന് ഒരു ചെറിയ നീഡിലിട്ട് ബയോപ്സി ചെയ്യാം. ഈ ബയോപ്സി കൺഫേംഡ് ആണെങ്കിൽ, ബയോപ്സിയിലൂടെ ക്യാൻസർ ആണെന്ന് തെളിയുമ്പോഴാണ് നമ്മൾ അതിനെ ക്യാൻസർ എന്ന് പറയും. അതുവരെ അത് കുറ്റവാളിയല്ല. തെളിവുണ്ടെങ്കിലേ മാത്രമല്ലേ നമ്മൾ കുറ്റവാളി എന്ന് വിളിക്കുള്ളൂ. അതുപോലെ അപ്പോഴാണ് നമ്മൾ അതിനെ ക്യാൻസർ എന്ന് പറയത്തുള്ളൂ. ഇനി അപ്പൊ നമുക്ക് ക്യാൻസർ കിട്ടിക്കഴിഞ്ഞാലും പേടിക്കേണ്ടതില്ല. കാരണം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ആണ്. ക്യാൻസർ നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ്സ് വളരെ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. മിക്ക ക്യാൻസർ നേരത്തെ പിടിക്കുന്നതിനെല്ലാം നല്ല ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. നല്ല ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് മാറുന്നതുകൊണ്ട്, സപ്രസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട്, ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുന്നതുകൊണ്ട് പല രീതിയിൽ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ചിലതിന് സർജറി ചെയ്യാം. സർജറി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് മാറും. ആ ക്യാൻസറിന്റെ അടുത്തും കളഞ്ഞാൽ മതി. സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സർജറി ഓപ്ഷൻ ഇല്ല. നമുക്ക് മരുന്നുകൾ ഗുളിക രൂപത്തിലോ ഇഞ്ചക്ഷൻ രൂപത്തിലോ മരുന്ന് കൊടുക്കാം. ചിലതിന് റേഡിയേഷൻ വരും. അതതിന്റെ ഓപ്ഷൻസ് ഒക്കെ വേറെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്റെ പോയിന്റ്. നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് രോഗിയുടെ ആയുസ് ഒരുപാട് കൂട്ടാൻ പറ്റും. അപ്പോൾ മറ്റൊരു സംശയം, അന്തരീക്ഷ മലിനീകരണം മൂലം ചുമ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? വാവ്, അന്തരീക്ഷ മലിനീകരണം മൂലം ആക്ച്വലി ചുമ വരാം. ഈ ഇപ്പോഴത്തെ നമുക്കിപ്പോ പണ്ട് കാലത്ത് നമ്മള് ഈ പുക വലിച്ചിരുന്ന ആൾക്കാരിൽ ചുമ കണ്ടിരുന്നു. അതിനെ നമ്മൾ COPD എന്ന് വിളിക്കും. അത് പുരുഷന്മാരിലായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത്. കാരണം സ്ത്രീകളുടെ പുകവലി കുറവായിരുന്നു. പക്ഷെ അവര് ഒന്നുകിൽ അവർക്ക് പുക വലിക്കാനുള്ള ഓപ്ഷൻ കിട്ടിക്കാണത്തില്ല, അല്ലെങ്കിൽ അവര് പുക വലിച്ചിരുന്നില്ല. പക്ഷെ സ്ത്രീകളിലും COPD എന്ന അസുഖങ്ങൾ കണ്ടു തുടങ്ങി. ഇപ്പൊ സ്ത്രീകളിലും COPD ഉണ്ട്. പണ്ട് നമ്മൾ സ്ത്രീകൾക്ക് ശ്വാസം വരുമ്പോൾ COPD ആലോചിച്ചിരുന്നില്ല. COPD എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പുക വലിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നു. കാരണം പുക മാത്രമല്ല, ഈ അടുപ്പില്ലേ, അടുപ്പിന്റെ പുക, അതൊരു പ്രശ്നമാണ്. അത് അജിനോമോട്ടോയെക്കാളും പ്രശ്നമാണ്. ഓക്കെ, എല്ലാവരും അജിനോമോട്ടോയുടെ പുറകിലാണല്ലോ. അപ്പൊ അത് വലിയ പ്രശ്നമാണ്. അത് നമുക്ക് COPD ഉണ്ടാക്കാം. ആൻഡ് അപ്പോഴാണ് ഈ ഗ്യാസ് സ്റ്റവ് വന്നത്. പക്ഷെ ഇപ്പോഴും ഗ്യാസ് സ്റ്റവ് ഉണ്ടെങ്കിലും പലരും, എന്റെ വീട്ടിലാണെങ്കിലും ഇപ്പോഴും എടുത്തിട്ട് അടുപ്പ് ഇട്ട് കത്തിക്കാറുണ്ട്. അത് അവർക്കും ദോഷമാണ്, നാട്ടുകാർക്കും ദോഷമാണ്, അയലത്തുള്ള എല്ലാവർക്കും പ്രശ്നമാണ്. ഗ്യാസ് ഉപയോഗിച്ചാൽ മതി. അപ്പം ഈ അടുപ്പ് ഉപയോഗിക്കുന്നത് COPD കാരണമാവും. അതേപോലെയാണ് ഈ അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷ മലിനീകരണം ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം വരുന്ന സംഭവമാണ്. അല്ലാതെയും ഇത് വരാം. ഈ പ്രപഞ്ചത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അന്തരീക്ഷ മലിനീകരണം വരാം, നാച്ചുറൽ ആയിട്ട് വരാം. അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം.
ഇൻഡസ്ട്രി, ഫാക്ടറി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാക്കാം. അത് കാരണം ഈ ലങ്സിന്റെ ട്യൂബുകൾക്ക് നീര് വരാം, ഇൻഫ്ലമേഷൻ വരും. ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലങ്സ് ചുരുങ്ങും. ലങ്സ് ചുരുങ്ങുമ്പോൾ നമുക്ക് ശ്വാസം എത്രയാണോ കിട്ടേണ്ടത് അത്രയും കിട്ടില്ല. ചിലർക്ക് ശ്വാസം അത്രയും കിട്ടില്ല, ദാറ്റ് ഓക്സിജൻ കുറഞ്ഞു പോകും. ഓക്സിജൻ കുറയുമ്പോൾ അവർക്ക് ഹാർട്ട് ഫെയിലർ ഒക്കെ വരും. അങ്ങനെ ഒരുപാട് ചിലപ്പോൾ രോഗികൾ വരാറുണ്ട്. അന്തരീക്ഷ മലിനം ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആണ്. അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം, ഇപ്പോൾ ചൂടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു തണുപ്പ് ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ചുമ വരാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുന്ന അത് അലർജിയുടെ ലക്ഷണമാണ്. ആസ്മയിൽ ഞാൻ പറഞ്ഞില്ല, ആസ്മയുടെ ഒരു ട്രിഗറാണിത്. കാലാവസ്ഥ മാറുമ്പോൾ കാലാവസ്ഥ ശരിക്കും നിങ്ങൾ ചോദിച്ചത് കറക്റ്റാണ്. ഈ ചൂടിൽ നിന്ന് തണുപ്പ്, തണുപ്പിൽ നിന്ന് ചൂട്, സീസൺ മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് ഈ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ശരീരം ടോളറേറ്റ് ചെയ്യില്ല. അപ്പൊ ശരീരം കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ആസ്മയായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നത്. ലൊക്കേഷൻ മാറുന്നതനുസരിച്ചിട്ട് ആസ്മ മാറുന്ന പോലെ. ഇപ്പം ചില പേഷ്യൻസ് ഒരുപാട് ചുമയും ശ്വാസം മുട്ടുമായിട്ട് നമ്മുടെ ഒ പിയിൽ വരും. അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും, കുറച്ചൊക്കെ അവർക്ക് ആശ്വാസം കിട്ടും. പെട്ടെന്നായിരിക്കും അവർക്ക് ദുബായിൽ ഒരു ജോലി കിട്ടുന്നത്. അങ്ങനെ അവർ ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് ദുബായ് ചെല്ലുമ്പോൾ ലൊക്കേഷൻ മാറിയല്ലോ. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ചുറ്റുപാടും ഇവിടുത്തെ വായു അല്ല അവിടെ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർ അസുഖം മാറും. അപ്പൊ അവർ വിചാരിക്കും അവസാനം കഴിച്ച മരുന്ന് ഏറ്റതാണെന്ന്. സത്യത്തിൽ അത് അവസാനം കഴിച്ച മരുന്ന് ഏറ്റതല്ല, ലൊക്കേഷൻ മാറിയതുകൊണ്ട് അവർക്ക് അത് അങ്ങനെ അനുഭവപ്പെടുന്നതാണ്. അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കും. ഒരു ലീവിന് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ വായു ആണല്ലോ, അപ്പൊ അവർക്ക് വീണ്ടും പ്രശ്നം വരും. അപ്പൊ അവർ പലപ്പോഴും സാർ എനിക്ക് അവസാനം തന്ന മരുന്ന് എനിക്ക് വേണം, ബിക്കോസ് അതാണ് എനിക്ക് ഏറ്റത്. ആക്ച്വലി ലൊക്കേഷൻ മാറുമ്പോഴാണ് ഇത് മാറുന്നത്. ഈ ദുബായെ കുറിച്ച് പൊക്കി പറയില്ല, ചിലപ്പോൾ ദുബായ് ചെല്ലുമ്പോൾ തിരിച്ച് സംഭവിക്കാം. ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ശ്വാസം വിട്ട് വരുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ജനിതക ഇതനുസരിച്ചിട്ട് വ്യത്യാസം വരും. ജനറ്റിക് മേക്കപ്പിന്റെ വ്യത്യാസമാണ്. അതുപോലെ ചുമയ്ക്കുമ്പോൾ ഇപ്പൊ ക്യാൻസർ അല്ലെങ്കിൽ തന്നെയും ചുമ വരുമ്പോൾ ബ്ലഡ് കാണുന്നതിനുള്ള കാരണം എന്താണ്? അത് അറിഞ്ഞിരിക്കണം. ഈ ചുമ കാണുമ്പോൾ ബ്ലഡ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിനെ നിസ്സാരവൽക്കരിക്കല്ല, പൊതുവെ പ്രശ്നമല്ല. കാരണം ബ്ലഡ് കാണുമ്പോൾ നമ്മൾക്ക് രണ്ട് സംഭവങ്ങളെ മനസ്സിൽ വരത്തുള്ളൂ, ടി ബി ആണോ ക്യാൻസർ ആണോ. പക്ഷെ സാധാരണ ഒരു ബ്രോങ്കൈറ്റിസിലും ചുമ വരാം. ഇനി ഒരു സൈനസൈറ്റിസ് അടിച്ചാലും നമുക്ക് ചിലപ്പോൾ ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരാം. ചിലര് സൈനസൈറ്റിസ് അടിക്കുമ്പോൾ അവരിങ്ങനെ മൂക്കിന് എന്നിങ്ങനെ ചീറ്റാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ ചെയ്യാനേ പാടില്ല. അത് കൂടുതൽ സംഭവം വഷളാവത്തേ ഉള്ളൂ. മൂക്ക് ചീറ്റുന്നതും കാർക്കിക്കുന്നതും തുപ്പുന്നതും ഒക്കെ പഠിപ്പിക്കരുത്. അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. മൂക്കില് നമ്മൾ വരുമ്പോൾ നമുക്കൊന്നെങ്കിൽ ടിഷ്യൂവോ കർച്ചീഫോ അല്ലെങ്കിൽ തൂവാല എടുത്തിട്ട് അതിങ്ങനെ പിഴിയാം. ചീറ്റരുത്. ചീറ്റുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ സൈനസിലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അത് തന്നെ നമ്മുടെ ചിലപ്പോൾ രക്തക്കുഴലിൽ പൊട്ടിയിട്ട് ബ്ലഡ് വരാം. ആ ബ്ലഡ് ഇങ്ങനെ സൈനസിലിരിക്കും, നമ്മുടെ ത്രോട്ടിൽ വരും. നമ്മൾ തൂപ്പുമ്പോൾ ഈ ബ്ലഡ് എന്ന് പറയും. അപ്പൊ ഒരുപാട് ഈ ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരുന്നത് സാധാരണ ബ്രോങ്കൈറ്റിസിൽ വരാം. എല്ലാം ക്യാൻസർ ഒന്നുമല്ല. പക്ഷെ ബ്ലഡ് വരുമ്പോൾ നമ്മൾ ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യും. അതായത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പിക്കും, ടി ബി ഇല്ല എന്ന് ഉറപ്പിക്കും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ മിക്കപ്പോഴും പേടിക്കാനുള്ള പ്രശ്നമൊന്നും ആയിരിക്കത്തില്ല. അതാണ്. അതുപോലെ തന്നെ ഇപ്പോ ആസ്മയുടെ കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ, ആസ്മയും ഈ ഒരു ചുമയായിട്ട് ആസ്മയും ചുമയായിട്ട് ബന്ധമുണ്ട്. ആസ്മയില് പ്രധാനമായിട്ടും ചുമ ഉണ്ടാക്കുന്നത് ലങ്സിൽ ചുരുക്കം വരുമ്പോഴാണ്. അത് പുകവലി അസുഖം COPD പോലെ പെർമനന്റ് അല്ല, ടെമ്പററി, റിവേഴ്സ് ചെയ്യാൻ പറ്റും, തിരിച്ചു വരാം. അതുകൊണ്ട് അതിന് ഇൻഹേലർ എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് മാറും. പക്ഷെ ആസ്മയുടെ കൂടെ മിക്കപ്പോഴും സൈനസൈറ്റിസ് അസോസിയേറ്റഡ് ആയിട്ട് വരാറുണ്ട്. സൈനസൈറ്റിസ് എന്ന് വെച്ചാൽ മൂക്കിന്റെ ബാക്കിലുള്ള സൈനസുകളുടെ ഒരു ഇൻഫ്ലമേഷൻ. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ കഫം അല്ല, അത് ആക്ച്വലി സെക്രീഷനാണ്. പിന്നെ മലയാളത്തില് വേറെ വാക്കില്ലാത്തതുകൊണ്ട് കഫം എന്ന് പറയുന്നേ ഉള്ളൂ. ശരിക്കുള്ള കഫമല്ല, അതിങ്ങനെ ത്രോട്ടിൽ വീഴും. അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തൊരു കോഫ് വരും. അതിന് ഇൻഹേലർ വർക്ക് ചെയ്യില്ല, അതിന് വേറെ ടാബ്ലറ്റ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവസാനമായിട്ട് ഡോക്ടറിന് നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം? ഈ ചുമയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചുമ ഞാൻ നേരത്തെ പറഞ്ഞു, ചുമ എല്ലാ ചുമയും പ്രശ്നക്കാരനല്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ആന്റിബയോട്ടിക്സ് ചുമയുടെ ചികിത്സയല്ല. കുറച്ച് ചുമയുടെ
കാരണങ്ങൾക്ക് മാത്രമേ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമുള്ളൂ. നമ്മുടെ ആന്റിബയോട്ടിക്സ് അൺനെസസറി ആയിട്ട് മേടിച്ച് കഴിക്കരുത്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഉണ്ടാകും. നമ്മൾ റെസിസ്റ്റന്റ് ആയ, അതായത് കുറച്ചും കൂടെ ശക്തനായ ബാക്ടീരിയയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആന്റിബയോട്ടിക്സ് ഇതിന്റെ ട്രീറ്റ്മെന്റേ അല്ല. ആന്റിബയോട്ടിക്സ് കഴിക്കണമെങ്കിൽ അണുബാധ ഉണ്ടെന്ന് തെളിവ് വേണം. 2, നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യയിൽ 2-3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചുമ, ക്ഷയരോഗം സംശയിക്കും. ക്ഷയരോഗത്തിനെ റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ എല്ലാ ചുമയും ക്യാൻസർ അല്ല, ക്യാൻസർ ആണെന്ന് പേടിച്ചിരിക്കരുത്. മിക്ക ചുമകൾക്കും ചികിത്സയുണ്ട്, മിക്ക ചുമകൾക്കും ക്യൂറബിൾ ആയ ചികിത്സയുണ്ട്. താങ്ക് യു. ഓക്കെ ഡോക്ടർ. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ വിനോദ് ബി ഗംഗയാണ്. ഡോക്ടറുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും റേഡിയോ ബെൻസികന്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു.